എല്ലാവർക്കും നമസ്കാരം. സർക്കാരിൻ്റെ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും അവരുടെ പെൻഷൻകാർക്കും ഓണം ബോണസായും ഉത്സവ ബത്തയായും 4500 രൂപ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. മുഴുവൻ ജീവനക്കാർക്കും 20,000 രൂപ വരെ അഡ്വാൻസും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുതൽ മന്ത്രിമാരുടെ ജീവനക്കാർക്കും സ്റ്റാഫിനും 20,000 രൂപ വരെ ഓണം അഡ്വാൻസ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വാർത്ത കണ്ടത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. കേരളത്തിലെ കുഴിപ്പൊളവന്മാരായ മലയാള പത്രങ്ങളൊന്നും തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതായി ഞങ്ങളുടെ ശ്രദ്ധയിൽ കണ്ടില്ല. ഇനി ഈ ബോണസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥങ്ങൾ പലതുണ്ട്. അത് നോക്കുമ്പോൾ ഒരർത്ഥം അധിക വേതനം, വേറൊരർത്ഥം ലാഭവിഹിതം അല്ലെങ്കിൽ പാരിതോഷികം. ഇനി സാധാരണ ശമ്പളത്തിന് പുറമെ ജോലിയിലെ മിടുക്കിനോ ലാഭത്തിനോ ഉള്ള പ്രതിഫലമായി മേലധികാരികൾ നൽകുന്ന അധിക തുകയാണ് ഇതെന്നും അർത്ഥമുണ്ട്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏത് മേഖലയിലാണ് ലാഭം ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി പോയി. ഏത് മേഖലയിൽ ലാഭം ഉണ്ടാക്കിയതിൻ്റെ വീതമായി ഇവന്മാർക്ക് നൽകുന്നത്? പൊതുജനത്തെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചതിന് എന്താ ലാഭം ഉണ്ടാകുന്നത്? അതിൻ്റെ വീതമാണോ ബോണസായി കൊടുക്കുന്നത്? ബോണസ് എന്ന വാക്കിൻ്റെ വേറെ ചില അർത്ഥങ്ങളിലൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ ഒരു എക്സ്ട്രാ സാലറി എന്നൊരർത്ഥമുണ്ട്, പേയ്മെൻ്റ് എന്നൊരർത്ഥമുണ്ട്, ലാഭത്തിൻ്റെ വിഹിതം അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഷെയർ എന്നും ഒരർത്ഥമുണ്ട്, വേറൊരർത്ഥം പാരിതോഷികം എന്നാണ്, പിന്നെ ഇനാം എന്നൊരു വാക്കും അതിനകത്തുണ്ട്. ഡിവിഡൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ലാഭവിഹിതം, ഓഹരി വീതം അല്ലെങ്കിൽ വീതാംശം എന്നൊക്കെയാണ്. ഒരു കമ്പനി തങ്ങളുടെ വാർഷിക ലാഭത്തിൽ നിന്ന് വർഷാവസാനമോ അതിനിടയിലോ അവരുടെ ഓഹരി ഉടമകൾക്ക്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്, അവരുടെ ഓഹരികളുടെ എണ്ണമനുസരിച്ച് നൽകുന്ന പണത്തെയോ അല്ലെങ്കിൽ ആനുകൂല്യത്തെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഏതൊക്കെയാലും 20 ലക്ഷത്തിൽ താഴെ വരുന്ന അധികാരവർഗത്തിന് സർക്കാർ ഷെയർ ഒന്നുമില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള ലാഭവിഹിതമല്ല ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ബോണസ്. കേരള ഗവൺമെൻറ് എന്ന കമ്പനി ഒരു കാരണവശാലും ലാഭത്തിലല്ല. 7 ലക്ഷം കോടി രൂപ നിലവിൽ കടത്തിലും 6000-ൽ താഴെ കോടി രൂപ മാസം കടമെടുത്തും മുന്നോട്ട് പോകുന്ന അതിഭീകരമായ നഷ്ടത്തിലോടുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ലാഭത്തിൻ്റെ ഒരു വീതമായ 4500 രൂപ അല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ബോണസ്. അപ്പോൾ ബോണസ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നതിൻ്റെ അർത്ഥം അതല്ല. ഇനി അതിൻ്റെ അടുത്ത അർത്ഥം എന്ന് പറയുന്നത് എക്സ്ട്രാ സാലറി, അധിക വേതനം അല്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ്. അതായത് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ചിലപ്പോൾ ഇത് നോക്കും. ഇനി ഇതൊരു പാരിതോഷികം എന്ന അടുത്ത അർത്ഥത്തിലാണെങ്കിൽ അതിന് ഇനാം എന്നൊരർത്ഥവും കൂടിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ന തീവ്രവാദിയുടെ തലയ്ക്ക് ഇത്ര രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് നിലവിൽ സർക്കാർ തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് 4500 രൂപ ബോണസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുജനം എന്ന മണ്ടന്മാരുടെ തലയിൽ അധിക ബാധ്യതയായി 4500 രൂപയും കൂടെ ഇനാമായി അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. അതായത് ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും അടങ്ങുന്ന 16 ലക്ഷം പേർക്ക് 4500 രൂപ വെച്ച് കൊടുക്കുമ്പോൾ ചുമ്മാ ഒരു 720 കോടി ഗതികെട്ട് അലയുന്ന പൊതുജനത്തിൻ്റെ പണമെടുത്ത് അത് ലോൺ എടുത്താൽ യാതൊരു ദയവുമില്ലാതെ ഒരു ഇനാം പ്രഖ്യാപനം. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ഈ ഓഗസ്റ്റ് മാസം കലണ്ടറിലെ കണക്കും പ്രകാരം തന്നെ 12 ദിവസം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവധിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കണക്കും പ്രകാരം നിലവിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 1 രൂപ പോലും ഈ മാസം കുറയുകയില്ല. അങ്ങനെ ഈ മാസത്തിൽ പകുതി ദിവസവും അവധിയായിട്ട് പോയാൽ പോലും 4500 രൂപ ബോണസായി കൊടുക്കുന്നത് ഏതർത്ഥത്തിലായാലും അത് കടുത്ത അനീതിയാണ്, ശുദ്ധ തെമ്മാടിത്തരം, അത് കടുത്ത ജനദ്രോഹം, അത് പൊതുജനത്തെ വെല്ലുവിളിക്കുക. അത് നിങ്ങൾക്കറിയാമല്ലോ, ഈ മാസം, ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി പുലർന്നത് അതിഭയങ്കരമായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമായിട്ടാണ്. അതിൻ്റെ തലേ ദിവസം തന്നെ സർക്കാരിൻ്റെ അലർട്ടുകൾ മൂലം
നിർമ്മാണ മേഖലയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാറമടകൾക്ക് അനിശ്ചിതകാല നിരോധനം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 20 ദിവസത്തെ നിരോധനങ്ങൾക്ക് ശേഷം ഇന്നാണ് പാറമടകളുടെ പ്രവർത്തനം പുനരാരംഭിച്ചത്. ഞാൻ പാറമടക്കാർക്ക് വേണ്ടി പറയല്ല. നിർമ്മാണങ്ങൾക്ക് ആവശ്യമായ കല്ലും മണലും മെറ്റിലും ഒന്നും ലഭിക്കാനില്ലാതെ ഈ മാസം ആദ്യത്തെ ആഴ്ച തന്നെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ സകലതും നിന്നുപോയി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 1 കോടിയിൽ താഴെ ആളുകൾ ജീവിക്കുന്നത് നിർമ്മാണ മേഖലയെ ആശ്രയിച്ചാണ്. ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം. നിർമ്മാണ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇത്രയും ആളുകൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കൊടിയ ദാരിദ്ര്യത്തിലാണ്. ആയിരക്കണക്കിന് ടിപ്പർ ലോറിയുടെ ഡ്രൈവർമാരും പിക്കപ്പുകളുടെ ഡ്രൈവർമാരും പെട്ടി ഓട്ടോറിക്ഷയുടെ ഡ്രൈവർമാരും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം കൊടിയ ദാരിദ്ര്യത്തിലാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അനേക വ്യക്തികൾ ചില ദിവസങ്ങളായി കൊടിയ ദാരിദ്ര്യത്തിലാണ്. മാരക രോഗികൾ ധാരാളം ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് മരുന്നിന് നിവൃത്തിയില്ലാതെ അലഞ്ഞ മാസമായത്. സാമ്പത്തികമായി അതിദരിദ്രർ എങ്ങനെ ജീവിതം കൂട്ടിമുട്ടിക്കണമെന്നറിയാതെ പാടുപെടുന്ന ഒരു മാസമായത്. അങ്ങനത്തെ ആളുകളുടെ ഒരു നാടായി കേരളം. ഇവർക്കൊന്നും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ല. അവർക്കൊന്നും കൊടുക്കാതെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ പെൻഷൻകാർക്കും രാഷ്ട്രീയക്കാരും ചേർന്ന്, നിലവിലിവിടെ പൈസ ഇല്ല, അതുകൊണ്ട് ലോൺ എടുത്ത് വീതം വയ്ക്കുന്നതിനെയാണ് ബോണസ് എന്ന് വിളിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഞങ്ങൾ നിരന്തരമായി വീഡിയോകളിൽ പറയുന്നത്, ഇവർ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അവരുടെ പെൻഷൻകാരും ചേർന്ന് 20 ലക്ഷത്തിൽ താഴെയുള്ള ആളുകളാണ് കേരളത്തിലെ പൊതുജനമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ 20 ലക്ഷം പേര് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവർ കണക്ക് കൂട്ടുന്നത് കേരള ജനസംഖ്യ 20 ലക്ഷം എന്നാണ്. ബാക്കി വരുന്ന 3 കോടി 40 ലക്ഷം അവർക്ക് വേണ്ടി പണിയെടുക്കാനായി ആഫ്രിക്കയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന കറുത്ത വർഗക്കാരായ അടിമകൾ. ഇവന്മാരുടെ വിചാരം അങ്ങനെയാ. അത്രയും മാത്രമേ ഈ നാറികൾ നമ്മളെ 3 കോടി 40 ലക്ഷം വരുന്ന മലയാളികളെ കണക്ക് കൂട്ടുന്നുള്ളൂ. ഇതിനെയാണ് കേരള ഭരണം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ പ്രബുദ്ധരായ പൊട്ടം മലയാളിക്ക്? ഈ മാസത്തിൽ 12 ദിവസത്തിലധികം അവധി ലഭിച്ചപ്പോൾ, ജോലി ഇല്ലാതിരുന്നപ്പോൾ തന്നെ ജോലി എടുക്കാതെ ന്യായമായിട്ട് ബോണസ് കൈക്കിട്ടിയില്ലേ? ഈ 12 ദിവസത്തെ ശമ്പളം കൈക്കിട്ടിയില്ലേ? എന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ കൂലിപ്പണിക്കാർക്കോ നിർമ്മാണ തൊഴിലാളികൾക്കോ ഓട്ടോറിക്ഷ ടാക്സി ടിപ്പർ ഡ്രൈവർമാർക്കോ ആർക്കെങ്കിലും ജോലി എടുക്കാതെ ഒരു ദിവസത്തെയെങ്കിലും കൂലി ലഭിച്ചോ? കേരളത്തിൽ ലഭിച്ചോ? ഇല്ലല്ലോ. ജോലി എടുക്കാം എന്ന് വെച്ചാൽ പെരുമഴയുടെ ഈ ദിവസങ്ങളിൽ ജോലി ഉണ്ടായിരുന്നോ? ജോലിയില്ലായിരുന്നു, കൂലിയില്ലായിരുന്നു. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവധി ഉണ്ടായിരുന്നു, അവർക്ക് ജോലിയില്ലായിരുന്നു. ചെയ്യാത്ത ജോലിക്ക് ശമ്പളം കിട്ടി, ബോണസ് വേറെ കിട്ടി, 20,000 രൂപ അഡ്വാൻസ് വേറെ കിട്ടി. എങ്ങനെയുണ്ട് മാങ്ങാത്തൊലി കേരളത്തിലെ ജനാധിപത്യം? കേരളത്തിലെ ജനാധിപത്യം എങ്ങനെയുണ്ട്? ജോലി ഇല്ലാതിരുന്ന വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും സർക്കാർ 4,500 രൂപ വെച്ച് ബോണസ് കൊടുക്കാമെന്ന് പറഞ്ഞോ? നിങ്ങൾ ചിന്തിച്ചേ. അങ്ങനെ ജോലിയില്ലാതെ ഈ സാധാരണക്കാരുടെ വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും 20,000 രൂപ വേണ്ട 2,000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം, എന്താണ് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള സർക്കാർ? ഈ 20 ലക്ഷത്തിൽ താഴെ വരുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അവരുടെ പെൻഷൻകാരുമാണ് കേരളവും കേരള ഗവൺമെൻറ്റും അല്ലെങ്കിൽ കേരള സർക്കാർ. അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മരമണ്ടന്മാരായ അടിമകളാണ് 3 കോടി 40 ലക്ഷം. ഇനി സത്യത്തിൽ ഈ ബോണസും അഡ്വാൻസും ഒക്കെ അനുവദിച്ചതിനെ പൊതുജനമായ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കേരളത്തിൽ എന്നോ കടം ഉണ്ടായാലും, ആരൊക്കെ ചത്താലും, ആരൊക്കെ മുടിഞ്ഞാലും നശിച്ചാലും, പൊതുജനത്തിൻ്റെ നികുതിപ്പണം എടുത്ത് 20 ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾക്ക് ഇനാം പ്രഖ്യാപിച്ചു 4,500 രൂപ വെച്ച്. ഒന്ന് ആലോചിച്ച് നോക്കണേ. മലവെള്ളം കയറി സകലത് നശിച്ചവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 10,000 രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. പോകാനുള്ളത് പോയി. ഈയിടെ ഒരു വീട്ടമ്മ പറയുന്നത് കേട്ടോ, ആ 10,000 എങ്കിലും തന്നായിരുന്നെങ്കിൽ. അതുപോലും കൊടുക്കാനില്ലാത്തവർ വീണ്ടും പൊതുജനത്തിൻ്റെ മേൽ അത് ലോൺ എടുത്ത് അമിതഭാരം അടിച്ചേൽപ്പിക്കുക. ഇതിനെയാണ് പറയുന്നത് ഇത് താണ്ട വിസ്മയം. കയറി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നല്ലോ വിസ്മയിപ്പിക്കുമെന്ന്. ഇത് കൂട്ട് കോണത്തിലെ വിസ്മയമാണ് ഉണ്ടാക്കുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ
എൻ്റെ പൊന്നെ, സത്യത്തിൽ എന്നാന്നാ കേരളത്തിൽ പറയണ്ടേ? വിസ്മയം പോരെ. ഇതിനെയൊന്നും ബോണസ് കൊടുത്തെന്നൊന്നും അല്ല പറയേണ്ടത്. ഇതിനെയാണ് സത്യത്തിൽ പോക്കറ്റടി എന്ന് പറയുന്നത്. പൊതുജനത്തിൻ്റെ നികുതിപ്പണം എന്ന പോക്കറ്റിലുള്ള പോക്കറ്റടി, ഒട്ടുക്കത്തെ പോക്കറ്റടി. 20 ലക്ഷം പേർക്ക് വേണ്ടി 3,40,00,000 പോക്കറ്റ് അടിച്ചു മാറ്റുന്ന വെറും കട്ടപണി അല്ലേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.